വാത്സല്യവും തീർച്ചയായിട്ടും അത് ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കിട്ടുവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ സിനിമകളിലൂടെ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ ലവ്, ഫോർ ഓൾ ദ അക്സെപ്റ്റൻസ്, ഫോർ ഓൾ ദ പ്രേസ് ആൻഡ് വിഷസ്. താങ്ക് യു കണ്ണൂർ, താങ്ക് യു എവ്രി വൺ. താങ്ക് യു ചാക്കോച്ച. ആദ്യമേ ചാക്കോച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇവിടെ നിൽക്കാൻ പ്രാപ്തനാക്കിയത് ആ വടിയാണ് എന്നാണ് പറയാൻ വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പടമൊക്കെ സൂപ്പർ ഹിറ്റ് ആണല്ലോ, പിന്നെ എങ്ങനെ ഈ സംഭവിച്ചത്? ഏത് പ്രൊഡ്യൂസറാണത്? പുതിയ മഹേഷിന്റെ പടത്തിന്റെ അത് ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും പറയാറുണ്ട് അറിയാൻ മേലാത്ത പണിക്ക് പോകരുതെന്ന്. അങ്ങനെയാണെങ്കിൽ സിനിമ അഭിനയത്തിലേക്ക് ഒരിക്കലും വരരുതായിരുന്നു. എന്നാലും സ്പോർട്സ് എൻ്റെ ജീവിതത്തിൽ അലിഞ്ഞെടുത്തുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബാഡ്മിൻ്റൺ എൻ്റെ വികാരമാണ്. അതിനിടെ കൂടെ ബാസ്കറ്റ് ബോളും കളിച്ചതിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ ഇടത്തെ ദിവസത്തെ കാലിൽ കാണുന്ന ഈ ഒരു പരിക്ക്. പക്ഷെ അതും ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ആ രീതിയിൽ താങ്ക് യു ലവ് യു ടു. അപ്പം തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്ര നിങ്ങളോടൊപ്പമുള്ള യാത്രയാണ്. അത് എല്ലാ രീതിയിലും അർത്ഥവത്താക്കി തന്നതിന് താങ്ക് യു വെരി മച്ച്. എന്താണ് വേണ്ടത്? ഫോട്ടോ അല്ലേ? സെറ്റാക്കാം, നമുക്ക് സെറ്റാക്കാം. എല്ലാ സൈഡും നമ്മൾ ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ. ഉറപ്പായിട്ടും പറയണം. അതുപോലെ ചാക്കോച്ച നക്ഷത്രയുടെ കാര്യം പറഞ്ഞപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഷാനവാസ് ഉണ്ടെന്നറിയാം, പക്ഷേ മുന്നിൽ നിന്നും ഒരു സ്ത്രീ നയിക്കുന്ന ജുവലറി എന്ന് പറയുന്നത് ഒരേ ഒരെണ്ണമല്ലേ ഉള്ളൂ. അത്